നമസ്കാരം. ഷൈജിൻ ചേട്ടാന്ന് വിളിക്കണോ മണിച്ചേട്ടാന്ന് വിളിക്കണോന്ന് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ. ആണ് ഷൈജൻ മണി എന്ന് പറയുമ്പോൾ മണിച്ചേട്ടന്റെ പേര് ബാക്കിലുള്ളത് നല്ലൊരു എനർജിയാണ്. അതുകൊണ്ടാണ് ഈ ഷൈജൻ മണി എന്ന് പറയുന്നത്. സ്ഥലം തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ കൊടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ. അപ്പൊ ഷൈജൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് മണിച്ചേട്ടന്റെ ഫിഗറും മണിച്ചേട്ടന്റെ ഡയലോഗ്സുകളും അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെയാണ്. ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് സിനിമയിലെ 2 ഡയലോഗ് ചെയ്യുന്നുണ്ട്, പിന്നെ 2 ഇന്റർവ്യൂ വോയിസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പാട്ട് ഒരെണ്ണം പാടുന്നുണ്ട്. പാട്ടിന് ഡാൻസ് കളിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും കലാഭവൻ മണിച്ചേട്ടന്റെ അദ്ദേഹം 1-2 വേദികളിൽ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഞാൻ ആദ്യം ചെയ്യാം. ഓക്കെ. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം ഇംഗ്ലീഷ് പരീക്ഷ എന്ന് ഓർക്കണം. ഗൾഫിൽ കിടക്കണ മകൻ അമ്മയ്ക്ക് കത്തെഴുതണം. അത് ഇംഗ്ലീഷിൽ കത്തെഴുതണം. പരീക്ഷ പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി, എഴുതുന്ന പേപ്പർ എൻ്റെ കയ്യിൽ കിട്ടി. ഞാൻ ഈ 2 എണ്ണത്തിലേക്ക് മാറി നോക്കി. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ. അന്ന് ആ വിദ്യാലയത്തിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കണ ശങ്കരനാരായണൻ എന്ന് പറഞ്ഞ കുട്ടി ആ പരീക്ഷയ്ക്ക് ആകെ മേടിച്ചത് 2 ഷീറ്റ് പേപ്പറാ. അന്ന് ആ വിദ്യാലയത്തിൽ പഠിക്കാൻ ഏറ്റവും മോശമായിട്ടുള്ള ഞാൻ മേടിച്ചത് 7 ഷീറ്റ് പേപ്പറാ. അങ്ങനെയൊക്കെ പരീക്ഷ എൻ്റെ അമ്മയ്ക്ക് അടിച്ചു പൊളിച്ച് കത്തെഴുതി. ആ പരീക്ഷ കഴിഞ്ഞ് പ്രിൻസിപ്പൾ പറഞ്ഞു മണിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു. എന്താ സാറേ എന്ത് വൃത്തികേടാ കാണിച്ചു വെച്ചിരിക്കണേ? വൃത്തികേടെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കത്തെഴുതാന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. അത് ഇംഗ്ലീഷിലല്ല എഴുതേണ്ടത്. എൻ്റെ അമ്മയ്ക്ക് മലയാളം അറിയുള്ളൂ. അവരുടെ അമ്മയ്ക്ക് കത്തെഴുതിയത് അവരുടെ അമ്മയ്ക്ക് ഇംഗ്ലീഷ് അറിയാം എന്നും പറഞ്ഞ് ആ പരീക്ഷയുടെ പേരും പറഞ്ഞ് 5 മാർക്ക് പിടിച്ചു മേടിച്ച വ്യക്തിയെ ഞാൻ, ഈ ചാലക്കുടിക്കാരൻ ചങ്ങാതി. സൂപ്പർ ഗംഭീരമായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം ലോകനാഥൻ അയ്യേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുമ്പോൾ പറയണ അവിടെ ഉണ്ടായൊരു സംഭവം അത് ഞാനൊന്ന് പറയാം. അന്ന് ഞാൻ ലോകനാഥൻ അയ്യേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ രാജൻ ബി ദേവ് സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബുദ്ധിമാന്യം വന്നൊരു കുട്ടി ആള് അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ആരാ? ഞാനാ മോനെ, കലാഭവൻ മണിയാ. ഈ സിനിമയിലൊക്കെ കാണുന്ന കലാഭവൻ മണിയാ? അതേ മോനെ, ഞാൻ സിനിമയിലൊക്കെ കാണുന്ന കലാഭവൻ മണി തന്നെയാ. എനിക്ക് മണിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടാ. മണിച്ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഒരു ഒപ്പിട്ട് തരുമോ? ഒരു പേനയും ഒരു പേപ്പറിൻ്റെ നേരെ നീട്ടിട്ട് അദ്ദേഹം പറയണ ഒരു ഒപ്പിട്ട് കൊടുക്കുമെന്ന് ഇരിക്കണം. അപ്പോൾ അതിനെന്താ മോനെ, ഞാൻ ഒപ്പിട്ട് തരാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രൊഡക്ഷനിൽ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു ഊണ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞു. ഊണ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ ഈ പയ്യൻ പറയുന്ന ഒരു ഡയലോഗ് അത് നമ്മുടെ മനസ്സിൽ തട്ടണ ഒരു ഡയലോഗാണ്. ഊണ് കഴിക്കാൻ പോവാ? നിങ്ങൾ ഊണ് കഴിക്കാൻ പോവാ? ഞാൻ ഊണ് കഴിച്ചിട്ട് 5 ദിവസമായി. എനിക്കിത്തിരി ചോറ് തരുമോ? ഈ ഡയലോഗ് തന്നെയാണ് കരിമാടിക്കുട്ടൻ എന്ന് പറഞ്ഞ സിനിമയിൽ രാജൻ ബി ദേവ് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. വിശന്നറ്റ മോലാളി, എനിക്കിത്തിരി ചോറ് തരുമോ? അപ്പോൾ പിന്നീട് ചെയ്യുന്നത് മറ്റേ മത്സരം എന്ന പറഞ്ഞ സിനിമയിലെ കുപ്പിക്കണ്ട കംസ അദ്ദേഹം നമ്മുടെ സിനിമയിലെ ആ നായകൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. എൻ്റെ പെങ്ങളുട്ടിയെ, നിന്നെ കെട്ടിയത് ആരോഗ്യം പത്രാസുള്ള ഒരു പോലീസുകാരനെന്നുള്ള അഭിമാനം എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, ഇന്നലത്തോടെ സകല അഭിമാനം ഓൺ ദ സ്പോട്ടിലാ സ്കൂട്ടായി. ഈ കാണുന്ന തണ്ടും തടിയൊക്കെ വെറും പൊങ്ങ. തല്ലാൻ അറിയില്ലെന്നേ. തല്ലുമ്പോ തല്ലേണ്ടത് പോലെ തല്ലണ്ടേ. ഒരു ഉദാഹരണത്തിന് ഇതാണ് ഇടി. അല്ലെങ്കിൽ പെങ്ങള് പറയട്ടെ, എങ്ങനെയുണ്ട് സാധനം? വേദന എടുത്തില്ലെങ്കിൽ കാശുകാരൻ്റെ ആന്നേ. പിന്നെ അവസാനമായിട്ട് ചോട്ട മുംബൈ എന്ന് പറഞ്ഞ സിനിമയിലെ നടേശൻ എന്ന കഥാപാത്രത്തെ ഒന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഓക്കെ. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മിയും ശത്രുവൊക്കെ ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കറിയാമോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ട് അതുവരെ എത്തിയത്. ഇപ്പൊ പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. CI മോഹൻദാസ് എന്നോട് മെക്കിട്ട് കയറാൻ വന്നോണ്ട് അവനെ കൊന്നത്. ഇനി അതിനെതിരെ താനും കൂടി കോടതിയിൽ സാക്ഷി പറയാൻ പോണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആദ്യം കൊല്ലണത് തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോൾ നിന്റെ മകനെയും ഞാൻ കൊല്ലും. ഇത് 2 കുപ്പിക്കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടകൾ പറയണ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞാൽ നടേശൻ കൊന്നിരിക്കും. പോടാ. അടിപൊളിയായിട്ടാ, ഒരു രക്ഷയില്ല. ഇനി മണിച്ചേട്ടൻ എന്താണ്, വോയിസ് ആണോ പാട്ടാണോ? നമുക്ക് മണിച്ചേട്ടൻ്റെ ഒരു പാട്ട് പാടാം. യെസ്, പാടിക്കോ.
ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് ഈ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് ഈ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കലക്കിന്റെ കച്ചവടം, പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കലക്കിന്റെ കച്ചവടം. അന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടയില മീനായി. അന്നത്തെ ചന്തല കച്ചവടം പെണ്ണിന്റെ കൊട്ടയില മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് ഈ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ് നാദിക പറഞ്ഞോളൂ, എന്താണ് പറയാനുള്ളത്? അല്ല, കലാഭവൻ ഒരുമിച്ച് നമ്മൾ ഒരുപാട് സ്റ്റേജ് ഷോസ്, ഏറ്റവും കൂടുതൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് സ്റ്റേജ് ഷോസ് ഒരുമിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം മണിയുടെ വേർപാടിന് ശേഷം മണിയുടെ അനുകരിച്ചിട്ടുള്ള ഒരുപാട് കലാകാരന്മാർ കണ്ടിട്ടുണ്ട്, അവരുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. അപ്പം അത് ശരിക്കും പറയുന്നത് മണിയുടെ സിനിമകളിൽ ആ ഡയലോഗ്സ്, പല സിനിമകളിൽ പല വേരിയേഷൻസ്, അത് കൃത്യമായിട്ട് അനുകരിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നല്ലായിരുന്നു. ഷൈജൻ ഭായ് ഗംഭീരായി. മണിച്ചേട്ടനായിട്ട് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ എത്രമാത്രം കോൺഫിഡൻസിലാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. കാരണം നിങ്ങൾ മണിച്ചേട്ടൻ്റെ ഫിഗറും ഡയലോഗ്സും പാട്ടും ഒക്കെ സ്റ്റേജുകളിൽ പാടി ഒരുപാട് കയ്യടി മേടിച്ച് ജനത്തെ ഇളക്കിയിട്ടുള്ള ഒരു കലാകാരനാണെന്ന് ഈ പെർഫോമൻസോടുകൂടി മനസ്സിലായി. നമുക്ക് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പല പല കലാകാരന്മാരും കോമഡി മാസ്റ്റേഴ്സിൽ വരുമ്പോൾ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോവുകയാണ് മണിച്ചേട്ടൻ്റെ. തീർച്ചയായിട്ടും മലയാള സിനിമ എന്നുള്ളതല്ല, കലാലോകത്തിന് തന്നെ എത്രമാത്രം വലിയ നഷ്ടമാണെന്നും ഇന്നും അദ്ദേഹം ഈ കലാകാരന്മാരിലൂടെ ജീവിച്ചിരിക്കുകയാണ്, അതുപോലെ നാടൻ പാട്ടുകളിലൂടെയൊക്കെ. ഇപ്പോൾ ഒരു സിനിമയിലെ ഡയലോഗ് പറഞ്ഞില്ലേ, മത്സരം സിനിമയിലെ ത്രൂ ഔട്ട് മണിച്ചേട്ടൻ്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ആ ഒരു പടത്തിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഡയലോഗൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരുമിച്ച് യാത്ര ചെയ്യലും ഒരുപാട് ഓർമ്മകളും ഒക്കെ ഇങ്ങനെ പോയി. എന്തായാലും എല്ലാ ആശംസകളും ഷൈജൻ ഭായ് കേട്ടോ. യെസ് മഞ്ജു ചേച്ചി. അതെ, ഇവരൊക്കെ പറഞ്ഞതിലപ്പുറം കൂടുതലൊന്നും പറയാനില്ല. നന്നായി പെർഫോം ചെയ്തു. മെയിൻലി എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ടത് മണിച്ചേട്ടൻ കോമഡി പറയുമ്പോൾ മണിച്ചേട്ടന് വേറൊരു സൗണ്ടാണ്. അതെ, സീരിയസ് ആകുമ്പോൾ വേറൊരു കുറച്ചുകൂടെ ബാസ് കയറും. അത് നന്നായി നിങ്ങൾ എടുത്തു. ആ ഡിഫറൻസ് നമുക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എപ്പോ പറഞ്ഞാലും കലാഭവൻ മണി എന്ന് പറയുമ്പോൾ എന്നൊരു സാധനം എടുത്തിടും. അതാണ് സാധനം. കാരണം കലാഭവൻ മണി അങ്ങനെ ആയിരുന്നില്ല. ആ ചിരി പഠിക്കാൻ ഒരാഴ്ചയാണ് ഞാൻ ഇങ്ങനെ അല്ല, ആ ചിരിയുടെ പിന്നില് ഞാനായിരുന്നു. ഓ ആണോ? അതെന്താ സംഭവം? അതായത് ഇത് മണിയുടെ ചിരിയല്ല, ഷിയാസിന്റെ ചിരിയായിരുന്നു. ഞങ്ങളുടെ കാസറ്റില് ഞങ്ങൾ കാസറ്റുകളിൽ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ദില്ലിവാല രാജകുമാരൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത്, ഞാനും മണിയും കൂടി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവന്റെ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ അന്ന് എനിക്ക് ഷൂട്ട് ഉണ്ടായില്ല. ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഞാനേ മറ്റേ നമ്മുടെ ഷിയാസിക്കാട് ചിരി ഇതിനകത്തൊരു സീനിൽ ഇട്ടിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞ എങ്ങനെ നീ ചിരിച്ചത് എന്ന് പറഞ്ഞിട്ട് വേറെ സ്റ്റൈലിൽ. ഞാൻ പറഞ്ഞാ ഈ ചിരി നീ ഒരു പണി മറ്റേ രാജസേന സാറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പല സീൻസിൽ നിൻ്റെ കുറേ സീൻസിൽ ഈ ചിരി കണ്ടിന്യൂ ചെയ്യും, അത് ഹിറ്റാകാൻ സാധ്യതയുണ്ട്, ഈ ചിരി കയറി കൊളുത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ചോദിച്ചു നോക്കാം, സാറ് സമ്മതിക്കണമെങ്കിൽ നമുക്ക് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ ആ സീക്വൻസിൽ പല സ്ഥലത്തും സാറിൻ്റെ പെർമിഷനോടുകൂടി ഈ ചിരി, ഷിയാസിൻ്റെ ചിരിയാണ് മണിയാന്ന് അനുകരിച്ചത്. അപ്പോൾ ആ ചിരി വീണ്ടും കയറി ഹിറ്റായി, നമ്മളുടെ ആ കാൽക്കുലേഷൻ പോലെ തന്നെ കയറി കൊളുത്താൻ വീണ്ടും ഇപ്പോൾ ആ ചിരി മറ്റുള്ളവർ അനുകരിക്കണ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഡെഫിനറ്റ്ലി യെസ്.
അപ്പൊ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. ആ ലാസ്റ്റ് നമുക്ക് വേണ്ടി പാട്ടും പാടി ഫുൾ ഓളമാക്കി തന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഈ ഒരു പെർഫോമൻസിന് ചേട്ടൻ ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ച ഒരു പെർഫോമൻസിന് ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു റേറ്റിംഗ്, ഒരു സ്റ്റാർസ് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ മാസ്റ്റേഴ്സ് എത്ര സ്റ്റാർസ് ആണ് നൽകുന്നതെന്നുള്ളത് നമുക്ക് അവരോട് ചോദിക്കാം. യെസ് മാസ്റ്റേഴ്സ്. അല്ല, ഞാൻ പറയണത് രൂപം കൊണ്ടും ഓക്കെ, ശബ്ദം കൊണ്ടും ഓക്കെ, പാട്ട് കൊണ്ടും ഓക്കെ. അപ്പോൾ അതിനോട് കലാഭവമണി എന്ന് പറയുന്ന കലാകാരന്റെ രൂപവും ഭാവവും ശബ്ദമൊക്കെ ഒരു നീതി പുലർത്തിയതിന്റെ പേരിൽ 4 സ്റ്റാർ. സൂപ്പർ. 4 സ്റ്റാർസ് ആണ് ലഭിക്കുന്നത്. നാദിക തന്നെ ഇവിടെ ഡയറക്റ്റ് വന്ന് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം. അപ്പൊ ഷൈൻ ചേട്ടാ, ഓൾ ദി വെരി ബെസ്റ്റ്. ചേട്ടൻ ഒരുപാട് ഷോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ ഇനി പോകുമ്പോൾ അവിടെ അറിയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് ഉള്ള ലേബലും ഇനി ലഭിക്കാൻ പോവുകയാണ്. സന്തോഷം. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം.